അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഇത് കഴിഞ്ഞിട്ട് താലൊക്കെ അവിടെ നടക്കിൽ ഒരുമിച്ച് വെച്ചോളൂ കേട്ടോ. ശിവായ ഗുരുബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ. ഈ ക്ഷേത്രാന്തരീക്ഷത്തിൽ എത്തിപ്പെട്ടപ്പോഴേ ഒരു വനദുർഗ സാന്നിധ്യമാണ് ഇവിടെ അനുഭവപ്പെട്ടത്. ഈ മേൽപ്പഴിയില്ലാത്ത ഒരു വനദുർഗ സാന്നിധ്യം. ഇങ്ങനെയാണ് ജ്യോതിഷത്തിൽ தெரிഞ്ഞത് എന്നതുപോലെ നിങ്ങൾ മറ്റു കാര്യങ്ങൾ പ്ലാൻ ചെയ്തോളൂ. പക്ഷെ ഇവിടെ വന്നപ്പോൾ தெரிഞ്ഞ ഒരു വനദുർഗ സാന്നിധ്യം. ഈ വനദുർഗ ഈ ജലത്തിന്റെ നടുക്കായിട്ടും കാവുകളുടെ നടുക്കായിട്ടും ഏകാന്തമായിട്ടും ഇങ്ങനെ പല ഭാവങ്ങളിൽ വനദുർഗയുണ്ട്.
ഇവിടെ ഒരു പഴയ കുടുംബത്തിന്റെ പരദേവതാ സാന്നിധ്യത്തിലുള്ള ഒരു വനദുർഗ, അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അതിപ്പോഴേ എങ്ങനെയാണ് ഏതാണെന്ന് ഈ പ്രദേശത്ത് ജീവിച്ച് കാലത്താൽ ഉപാസനാദി കാര്യങ്ങൾ ജപവും അനുഷ്ഠാനവും തപവും ഉള്ള ആളുകൾക്ക് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. നമുക്ക് ബോധ്യപ്പെട്ടത് ഇങ്ങനെയാണ്. മാത്രമല്ല ഇത് ഇപ്പൊ കേരളത്തിന്റെ പരദേവത ധർമ്മശാസ്താവ് അയ്യപ്പൻ. അതേപോലെ ഇവിടുത്തെ ഈ പരദേവതയിൽ മറ്റൊരു ചൈതന്യം കൂടി വന്നു ചേർന്നിട്ട് ഇത് ഈ പ്രദേശത്തിന്റെ മുഴുവൻ നമ്മൾ പറയുന്ന ഒരു നാഥൻ എന്ന് പറയുന്ന ഒരു ഭാവത്തിൽ ഇത് രണ്ട് ഭാവങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഒരു ചൈതന്യമായി തീർന്ന ഭാവത്തിലാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിയും. ഏവർക്കും ആശ്രയിക്കാനും അവലംബിക്കാനും തൻ്റെ ദുഃഖ ദുരിത വ്യസന വിഷമങ്ങൾ അറിയിക്കാനും അതിന് പരിഹാരം കണ്ണടച്ച് ധ്യാനിച്ചാൽ സാധ്യമാകാവുന്ന അത്രയും ചൈതന്യ ശക്തികൾ സമന്വയിപ്പിച്ച ഒരു ഭാവമാണ് ഇവിടെ ക്ഷേത്രത്തിലെത്തിയപ്പോൾ കാണാൻ പറ്റിയത്. അത് ഇവിടുത്തെ ജനങ്ങളുടെ ഭക്തിഭാവം കണ്ടപ്പോൾ അത് കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കാനും സാധിച്ചു. ഇവിടെ വന്നിരിക്കുന്നവർ ഏവരും ഭക്തരാണ്. സാധാരണ നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഭക്തിഭാവം ഉള്ളവരെ കാണുന്നത് വളരെ പ്രയാസം. അവിടെ ഭക്തി എന്നത് ആലങ്കാരിക പ്രയോഗവും അവിടെ കൂടുന്നവര് എങ്ങനെ ഭക്തിയെ വിശ്വാസത്തെ മറ്റൊരു ഭാവത്തിലേക്ക് എത്തിക്കാം എന്ന ഒരു സങ്കല്പത്തിൽ കൂടെ നിൽക്കുന്നവരുമായിട്ടാണ് ബോധ്യപ്പെടാൻ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ഭാവത്തെ കാണാൻ പറ്റിയില്ല. സർവരും വിനയാന്വിതരായി സമർപ്പണ ബോധത്തോടും ബുദ്ധിയോടും കൂടി ഈശ്വരീയമായ ചൈതന്യത്തെ സ്വാംശീകരിച്ച് ഭക്തിഭാവത്തിൽ നിൽക്കുന്ന ഒരു ജനസഞ്ചയമാണ് ഈ പ്രദേശത്തെ കാണാൻ പറ്റിയത്. ഇത് വളരെ അപൂർവത്തിൽ അപൂർവമാണെന്ന് പറയാം. അപൂർവമല്ല, അപൂർവങ്ങളിൽ അപൂർവമാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇത് വേണമെങ്കിൽ ഇപ്പോൾ ഈ കോട്ടയത്ത് ഇതുപോലത്തെ ഒരു ക്ഷേത്രം, ഇവിടെ ഈ നവരാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയാണെങ്കിൽ ആഘോഷങ്ങളും വിദ്യാരംഭങ്ങളും ആകാവുന്ന സമ്പ്രദായത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒന്നുകൂടി തെളിഞ്ഞു കിട്ടും. അങ്ങനത്തെ ഒരു സംസ്കാരം ഇവിടെ ഉണ്ടോയെന്ന് അറിയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ കാണുന്നത്. പനച്ചിക്കാട്, കോട്ടയത്ത് പനച്ചിക്കാട് എന്ന ഒരു ക്ഷേത്രമുണ്ട്. അതിൻ്റെ ഒരു ഭാവമാണ് ഇവിടെ വരുമ്പോഴേ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു ഭാവത്തിൽ നിങ്ങൾക്ക് ഇവിടെ ആഘോഷിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും അവലംബിക്കാനും ആശ്രയിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്രമായിട്ട് ഇതിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഈ രീതിയിൽ നിങ്ങൾ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും കൊണ്ടാടുകയും ചെയ്യുമ്പോൾ ഈ നാട്ടിൽ ദുർമരണങ്ങൾ, നിത്യരോഗങ്ങൾ, അപമൃത്യു എന്നിത്യാദികളെ നിങ്ങൾക്ക് ഇത്യാദിയാക്കി മാറ്റാൻ കഴിയും. നിത്യരോഗികളായി വാഴുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് വിമോചിതരായിട്ട് പോകാൻ കഴിയും. അങ്ങനത്തെ ഒരു ഭാവമാണ് ഇവിടെ വന്നപ്പോൾ തെളിഞ്ഞത് കാണാൻ കഴിയും. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ പ്രദേശത്തിൻ്റെ സമ്പ്രദായം ഉണ്ടല്ലോ, അവിടെ ജ്യോത്സ്യരൊക്കെ വിളിച്ച് കൂട്ടിക്കൊണ്ടത് അത് എന്താണെന്ന് തെളിയിച്ചെടുക്കുമ്പോൾ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകണം എന്നതാണ് നമുക്കിപ്പോൾ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇത്രയും ഭക്തി സംവർദ്ധകമായ ഒരു ജനസഞ്ചയത്തെ സാധാരണ നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും യജ്ഞസ്ഥലങ്ങളിലും സ്ഥിരമായിട്ട് പോവുകയും സഞ്ചരിക്കുകയും യജ്ഞരാജ്യങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യണം. പക്ഷെ അവിടെ പോലും ഇത്രയും ഭക്തിവിശ്വാസത്തോടു കൂടി അനുഷ്ഠാന ആചാരത്തോടു കൂടി ജീവിക്കുന്ന ഒരു ജനസംഖ്യത്തെ കാണുക
വളരെ പ്രയാസമായിട്ടാണ് ബോധ്യപ്പെട്ടത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഭക്തരും വിശ്വാസികളും അനുഷ്ഠാനാചാരങ്ങളിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സമയത്തും കാലത്തും കിട്ടാതിരുന്നതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന ഒരാശങ്കയുണ്ട് എന്ന് മാത്രമേ തോന്നിയുള്ളൂ. അതിന് നിങ്ങൾ ഇതുപോലത്തെ ആശ്രമങ്ങളെയോ സന്യാസികളെയോ സ്വാമിമാരെയോ ആരെങ്കിലും ഒക്കെ കണ്ട് അതിൻ്റെ മാർഗങ്ങൾ അന്വേഷിച്ചാൽ നമുക്കത് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ഈ ജന്മത്ത് തന്നെ നിങ്ങൾക്ക് ഈശ്വരപ്രാപ്തി സാധ്യമാക്കി എടുക്കാവുന്ന ഒരു സാഹചര്യം ഇവിടെ സംജാതമാണ്. പല സ്ഥലങ്ങളിൽ ഇത് സാധ്യമല്ല എന്നറിയണം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം എത്രമാത്രം നിങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടുപോകാമോ അത്രമാത്രം ഈ പ്രദേശത്തിന്റെ ദാരിദ്ര്യത്തിൽ നിന്നും സാംക്രമിക രോഗങ്ങളിൽ നിന്നും നിത്യദാരിദ്ര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചിതരാകാവുന്നതേ ഉള്ളൂ. ഇത് നിധികുംഭം വീട്ടിൽ വെച്ചിട്ട് പട്ടിണി കിടക്കുന്ന ഒരു സംസ്കാരത്തിൽ ജീവിച്ചു പോകുന്ന കുറച്ച് ആളുകളെയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഇത് തിരിച്ചറിയാം, ഇത് എന്താണെന്ന് മനസ്സിലാക്കാം. ഇതിനു വേണ്ടി സമർപ്പണ ബുദ്ധിയോടും യുക്തിപൂർവമായ കാര്യങ്ങളോടും കൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാലോചിതമായ അവസ്ഥയിൽ ഇത് തിരിച്ചു കിട്ടും. ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ രീതിയിലുള്ള ഒരവസ്ഥ കാണാൻ സർവേശ്വരൻ നിങ്ങൾക്കും എനിക്കും ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നുകൂടി ഞാൻ ഇത്തരണത്തിൽ ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവത് ചൈതന്യം തന്നെ സ്ത്രൈണഭാവത്തിൽ എത്തിപ്പെടുമ്പോഴാണ് നമ്മളത് ഭഗവതി എന്ന് പറയുന്നത്. വാഗ്വർത്ത ഇവ സംപൃക്തവും വാഗ്വർത്ത പ്രതിപത്തെ ജഗത പിതരവും വന്നേ പാർവതിയും പരമേശ്വരവും എന്ന ഭാവത്തിൽ വനദുർഗ ഭാവത്തിൽ പരമശിവനോട് കൂടി ചേർന്ന് പാർവതീ ഭാവത്തിൽ ഇരിക്കുന്ന ഒരു ഭാവമാണ് ഇവിടെ കാണാൻ കഴിയും. എങ്ങനെയാണോ നിങ്ങൾക്ക് ആരാധിക്കാനും കൊണ്ടു നടക്കാനും ഈ പ്രദേശത്തിന്റെ ആത്മീയ ഭാവത്തെ ഉണർത്താനും കഴിയുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് തെളിഞ്ഞ അകത്ത് തെളിഞ്ഞ ഭാവം എന്താണെന്ന് പുറത്ത് പറഞ്ഞു അത്രയും. പക്ഷെ ഓരോ പ്രദേശത്ത് എത്തുമ്പോഴും പലതരം പരിമിതികളുണ്ട്. ആ പരിമിതിക്കകത്ത് നിന്നിട്ട് നിങ്ങൾ ഇതിനെ നിങ്ങളുടെ സമ്പ്രദായത്തിലൂടെ ഒരു ഈശ്വരീയ അവലംബ ആശ്രയ അനുഷ്ഠാന ആചാര നിഷ്ഠകളിൽ ഊന്നിയ ഒരു സമ്പ്രദായമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോഴ് നിങ്ങൾക്ക് നമ്മൾ ഒരു ജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഈ മനുഷ്യജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും ഒന്ന് പറയാം. എന്താണ് ഈ മനുഷ്യജന്മം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറയാം? ഭഗവാന്റെ അടുത്തെത്തണം. പലരും പറയുന്നത് മോക്ഷം വേണം. പലരും പറയാറുണ്ട് മോക്ഷം വേണം. നിങ്ങൾക്ക് മോക്ഷം അല്ല വേണ്ടത്, ഭഗവത് പ്രാപ്തിയാണ്. അതിന് പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒത്തിണങ്ങി അത്രമാത്രം ശക്തി ചൈതന്യവത്തായ ഒരു പ്രദേശമാണ് ഇവിടെ ഉള്ളതെന്നറിയാം. ഇപ്പോഴേ ഞങ്ങള് രാവിലെ ഇവിടെ എത്തി, അവിടെ പോയി തിരിച്ചിവിടെ എത്തിയപ്പോഴും ഞങ്ങൾ വാഹനത്തിൽ ഇറങ്ങിയപ്പോഴേ മുകളിൽ നിന്ന് പുഷ്പവൃഷ്ടിയാണ് ഞങ്ങളിലേക്ക് വന്നത്. ഇത് വളരെ ദുർലഭമായ ഒരു അനുഭവമാണെന്നറിയാം. ഇത്രയും ശ്രേഷ്ഠരായ ഭക്തരും വിശ്വാസികളുമായ ആളുകൾ താമസിച്ച് ഇവിടുത്തെ ചൈതന്യത്തെ തൻ്റെ ജീവന്റെ അംശമായി കരുതി മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശത്താണ് ഞങ്ങൾ ഇത്രയും സന്യാസിമാർ എത്തിപ്പെട്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് ഇതിന്റെ പൂർണ്ണഭാവത്തിൽ നിങ്ങൾ മുന്നോട്ട് ആചാര അനുഷ്ഠാന നിഷ്ഠകളിലൂടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊക്കെ ഇത് സാധ്യമാണ്. നമ്മൾ പറയും കയ്യിലിരിക്കുന്ന രത്നങ്ങൾ പോലെ. രത്നം കരുത്തിൽ പിടിച്ചവനാണ് രത്നാകരൻ. ഇതേപോലെ നിങ്ങളുടെ എല്ലാം കയ്യിലുണ്ട്. പക്ഷെ ഏത് കയ്യിലാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല മാത്രമേ ഉള്ളൂ.
പക്ഷെ എല്ലാവരും തിരിച്ചറിഞ്ഞുള്ളൂ അവരവരുടെ വലത്തെ കയ്യിലുണ്ട്. അതാണ് ഉണർന്നു കഴിഞ്ഞാൽ കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ, പ്രഭാതം കരവന്ദനം എന്ന് പറയുന്നതിന്റെ അർത്ഥം കയ്യിലുണ്ടായിട്ടല്ലേ ഇരുന്നവള്, കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കയ്യിലുള്ള ഇതിനെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാവത്തിൽ പ്രാപ്തിക്ക് വേണ്ടി, ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക്, ഒരു സമ്പ്രദായത്തിലേക്ക് നിങ്ങൾ എത്തിക്കൂ. അപ്പോഴും നിങ്ങൾക്ക് ഇതിലൂടെ ശാന്തമായി സ്വസ്ഥമായിട്ട് മുകളിലേക്ക് പോവാം. ഓരോ വ്യക്തിയും ഭൂമിയിൽ ശരീരം എടുത്ത് വരുമ്പോൾ ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു ഓത്തുണ്ട്. ഞാൻ ഭൂമിയിൽ ചെന്നിട്ട് നാരായണ നാമം ജപിച്ച് എന്റെ സർവപാപങ്ങളും തീർത്ത് തിരിച്ചു വരാം. പക്ഷെ നിങ്ങൾ അറിയണം, ഇതാണോ ചെയ്യുന്നത്? ഇതിനു വേണ്ടിയാണോ യത്നിക്കുന്നത്? ഇതാണോ ജീവിതത്തിൽ സാധിക്കേണ്ടത് എന്ന് അറിയാത്തവരാരും ഈ കൂട്ടത്തിലില്ല. ഈ പറഞ്ഞത് അറിയാത്തവരാരെങ്കിലും ഒന്ന് കൈവക്കണം. അപ്പൊ എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്ക് മാത്രമേ അറിയാത്തുള്ളൂ. അപ്പൊ ഈ കൂട്ടത്തിൽ എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? ഇപ്പൊ നിങ്ങൾക്ക് സ്ത്രീകളാണ് ഇതിന് നല്ലൊരു ഭാഗം. അമ്മമാര് അവരുടെ അടുക്കളയിലെ പ്രവൃത്തികളെല്ലാം കഴിഞ്ഞ് ഒന്ന് കയ്യും കാലും കണ്ണും മുഖവും കഴിഞ്ഞ് പറ്റുന്നവരാണെങ്കിൽ ഒരു മേല് കഴുകി വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്ന് എന്നും വേറെ സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ കിടക്കുന്ന കിടക്കയിൽ തിരിച്ചിരുന്നാൽ മതി. കിടക്കയിലോ പായലോ എവിടെയെങ്കിലും നിങ്ങൾ കിടക്കുമല്ലോ. ഇരുന്ന് നേരം പുലർത്തുന്നവരാണ് എന്ന് തോന്നുന്നില്ല. ആണോ? അല്ല. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും കിടന്നു പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യാം. വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്ന് ഈ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലുള്ളവര് ഈ ക്ഷേത്ര ചൈതന്യത്തെ ശാന്തമായി കണ്ണടച്ച്, ഈ രണ്ട് മുലയുടെ നടുക്കുള്ള ഈ ചെറിയൊരു കുഴിയാണ് മനസ്സിന്റെ സ്ഥാനം, അവിടെ സങ്കല്പിച്ച് ഉറപ്പിച്ചു നിർത്തുക. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഞങ്ങളെ ശരീരമായിട്ട് കാണുന്നുണ്ട്. ഈ വന്ന ഞങ്ങളെയൊക്കെ നിങ്ങൾ ശരീരമായിട്ട് കാണുന്നു. പക്ഷെ മറ്റത് ചൈതന്യമായിട്ട് കൂടെയുള്ള ഒരാളെ പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇന്ന് കണ്ണടച്ച് നാളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറെ എന്നോട് ഉണ്ടാക്കണ്ട. സ്വാമിജി ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കുറേ നേരം കണ്ണടച്ചിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ 10, 48, 50 വർഷമായി ഈ അഭ്യാസം തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുമ്പോൾ കാണാൻ കഴിയുന്നത്. നിങ്ങളും ഇതൊക്കെയൊക്കെ ചെയ്യാൻ അവരവരുടെ ഈ സ്ഥിതിയിൽ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ വളരെ എളുപ്പം സാധിക്കും. കാരണം ഇത് സാധിച്ചവരാണ് ഇവിടെ വന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ തുടങ്ങിയ കാലത്ത് സാധിച്ചവരെ കണ്ടിട്ടില്ല. എങ്ങനെ സാധിക്കും എന്ന കൺഫ്യൂഷനിലാണ് ഞങ്ങളൊക്കെ പോയത്. ഇപ്പൊ നിങ്ങൾ സാധിച്ചവരുടെ മുന്നിലാണ് നിങ്ങളുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് സാധിക്കുന്ന കാര്യം വളരെ തീർച്ചയാണ്. സംശയമുണ്ടോ? അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യും. അപ്പോൾ ഈ പ്രദേശത്ത് ദുർമരണങ്ങള്, രോഗദുരിതാദി വ്യസന വിഷമങ്ങൾ എന്നുള്ള പ്രചരണം. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് എൻ്റെ മനസ്സിനോട് പറയുന്നത് പോലെ എൻ്റെ അകത്തിരിക്കുന്ന ചൈതന്യത്തോട് എനിക്ക് സംവദിക്കാൻ കഴിയും. അതുപോലെ ഇതിനെ നിങ്ങൾ നിങ്ങളുടെ ജീവന്റെ ഒരു ഭാഗമായി, ജീവന്റെ ഒരു അംശമായി, അതിൻ്റെ ഒരു ഭാഗമായി നിങ്ങൾ മാറാൻ ഉള്ള പ്രയത്നത്തിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ അല്പം ദിവസങ്ങളെ കൊണ്ട്, ചെറിയൊരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത് സാധ്യമായി കിട്ടും. ആദ്യം നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊന്നും സാരില്ല. എന്തുകൊണ്ട്? 60 വയസ്സായ ഒരു വ്യക്തി ഈ 60 വയസ്സ് വരെ ഇത് ശീലിച്ചിട്ടില്ല. അല്ലെങ്കിൽ 40 വയസ്സായ ഒരു വ്യക്തി 40 വയസ്സ് വരെ ശീലിച്ചിട്ടില്ല. പക്ഷെ ഈ നിമിഷം എനിക്ക് സാധിച്ചു. അപ്പൊ ഞാനേ ചെയ്യാം. ഒരു വ്യക്തിയും കാലം വൈകിപ്പോയി
ഞാൻ വയസ്സായി, വൃദ്ധയായി അല്ലെങ്കിൽ വൃദ്ധനായി എന്നൊരു ഭാവം മനസ്സിൽ സൂക്ഷിക്കണം. ഇപ്പോഴാണ് എനിക്ക് ഒരു അവസരം കിട്ടിയത്. ഈശ്വര നിശ്ചയം അതാണ്. ഈ ജന്മങ്ങളുടെ കണക്ക് പറയുമ്പോൾ ചിലർ നമ്മളോട് ദ്രവ്യങ്ങളും പണവും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകും. അത് സാമൂഹ്യ വ്യവസ്ഥയനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളുടെ ദൈനംദിന ജീവിതത്തിന്റെ അനുഭവമാണ്. പക്ഷെ നമ്മൾ പറയും അവരെ കണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്നോട് ഇത്രയും വാങ്ങിച്ചു കൊണ്ടിട്ട് ഒരു നന്ദിയില്ല. ഈ അനുഭവം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിയും. അപ്പൊ എല്ലാവരുടെയും അനുഭവമാണ്. പക്ഷെ നിങ്ങൾ അറിയണം, കഴിഞ്ഞ ജന്മങ്ങളിൽ കൊടുത്തു തീർക്കാനുള്ള കടമാണ് നമ്മൾ കൊടുത്തു തീർത്തത്. അപ്പൊ അതിനെന്തിനാ അവര് നമ്മളോട് നന്ദി പറയുന്നത്? ഞാനൊരു 10 രൂപയോ ഒരു 10 പൈസയോ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 1000 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ, അതൊരാൾ വന്ന് അവര് ചിലപ്പോൾ എന്തെങ്കിലും കാരണം പറയുന്നുണ്ടാവും. ആ കാരണത്തെ നമുക്ക് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം നമ്മളും അറിഞ്ഞോ അറിയാതോ പ്രാരബ്ധത്തിലൂടെയാണ് പോകുന്നത്. ഈ കടമാണ് ഞാൻ വീട്ടിൽ തീർത്തത്. കടം വീട്ടിൽ തീർത്ത പിന്നെ നന്ദി പറയണേ ആവശ്യമുണ്ടോ? അതാണ് ചെയ്യുന്നത്. അപ്പൊ ഏവരും ഈ ക്ഷേത്ര സന്നിധിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എത്തിപ്പെടാനും നിങ്ങളെയൊക്കെ നേരിട്ട് കാണാനും നിങ്ങളുടെയൊക്കെ സ്നേഹങ്ങളും അതോടുകൂടി നിങ്ങളുടെ പൂജകളും ഏറ്റുവാങ്ങാനും സൗകര്യങ്ങളും അവസരങ്ങളും ഉണ്ടാക്കി തന്ന നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാം. കാരണം ഇങ്ങനെ നിങ്ങളൊരു അവസരം ഞങ്ങളുടെ ഭാഗ്യമല്ലേ സ്വാമിയെ കാണാൻ പറ്റിയത്. മനസ്സിലാക്കാൻ പറ്റിയില്ല. അല്ല, കഴിഞ്ഞ ജന്മം സ്വാമിയെ കാണണമെന്ന് ഉണ്ട്. തീർച്ചയായിട്ടും അപ്പൊ ഈ ജന്മം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സമ്പ്രദായമല്ല. എത്രയോ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ തമ്മിലൊക്കെ ബന്ധമുണ്ട്. ഒരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിയെ ആർക്കും എവിടെ വെച്ചും കാണാൻ സാധിക്കില്ല. അപ്പൊ ഇതുപോലത്തെ ഏതോ ഒരു സമ്പ്രദായത്തിൽ ചിലപ്പോ കൃതായുഗത്തിലോ ത്രേതായുഗത്തിലോ ദ്വാപരത്തിലോ ആകാം, അല്ലെങ്കിൽ കഴിഞ്ഞ അല്പം ജന്മങ്ങൾക്ക് മുൻപാകാം ഇതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പരിസമാപ്തിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിലൂടെ നിങ്ങളോടുള്ള കടം ഞാൻ ഈശ്വരാർപ്പണമായിട്ട് വീട്ടിൽ, എന്നോടുള്ള കടം നിങ്ങൾ അങ്ങനെ വീട്ടിയാൽ മതി. എനിക്ക് നിങ്ങളൊന്നും തരണം. ഈശ്വരാർപ്പണമായിട്ട് എനിക്ക് തരാനുള്ള കടം നിങ്ങൾ അങ്ങനെ വീട്ടിക്കോളൂ. പക്ഷെ എനിക്ക് തരാനുള്ള കടം നിങ്ങൾ ഇങ്ങനെയല്ല വീട്ടുക. ഈശ്വരോപാസനയിലൂടെ വേണം വീട്ടാൻ. മനസ്സിലായല്ലോ? നിങ്ങൾ ഈശ്വരനാമം ജപിച്ച് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്നവരാണ്. അറിയാതെ കുറെ നടക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് നാമം ജപിക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? നിങ്ങൾ കുളിക്കുന്നുണ്ടാവും, ടോയ്ലറ്റിൽ പോകുന്നുണ്ടാവും, പല്ല് തേക്കുന്നുണ്ടാവും, കിടന്നുറങ്ങുന്നുണ്ടാവും, ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, ഒരുപാട് ജോലി വീട്ടിൽ പുറത്തും ചെയ്യുന്നുണ്ടാവും. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് നാമം ജപിക്കുന്നതിന് എന്താ പ്രശ്നം ഉണ്ടോ? ചെയ്യുന്നുണ്ടോ? അപ്പൊ ഈ നിമിഷം തൊട്ട് ഇതൊരു ശീലമാക്കി മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? കൃഷ്ണനോ ശിവനോ വിഷ്ണുവോ ദുർഗയോ സരസ്വതിയോ പാർവതിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രരൂപത്തിലൂടെ നാമരൂപത്തിലൂടെ ഈശ്വര സ്മരണ നടത്താം. ഇത് ഒരു റിസ്ട്രിക്ഷനും ഭൂമിയിലില്ല. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയ നാമമന്ത്രങ്ങൾ അത് ചെയ്ത് ജീവിച്ചോളൂ. അപ്പോൾ നിങ്ങൾ പ്രാരബ്ധങ്ങളിൽ നിന്ന് വിമുക്തരാകും. രോഗദുരിതാദി വ്യസനവിഷമങ്ങളിൽ നിന്ന് വിമുക്തരാകും. ഈ നമ്മുടെ ഗുരുവായൂര് ഒരിക്കല് ഒരു സ്വാമിയാൽ എത്തിപ്പെട്ടു. അവിടെ ചെന്ന്
നോക്കി. അപ്പൊ ഭഗവാൻ അവിടെ ചിരിക്കുന്നു. ഭഗവാനെ, നിന്നെ ഞാൻ ശരീരിയായിട്ട് കണ്ടു. അപ്പൊ ഭഗവാൻ ചിരിച്ചോടുകൂടി ചിരിച്ചു. നന്നായി, എനിക്കൊരു വയറുവേദന. അപ്പൊ അത് അങ്ങയെ കണ്ടതെനിക്ക് എനിക്കിത് മാറ്റിത്തരണം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, വിജയമംഗലം അതവിടെ കിടന്നു. അത് പറ്റില്ല, ഞാൻ ഭഗവാനെ മാനവ രൂപത്തിൽ നേരിട്ട് കണ്ടതാണ്, അതുകൊണ്ട് എനിക്ക് അത് മാറ്റിത്തരണം. അപ്പോഴും ഭഗവാൻ അകത്തുനിന്ന് പറഞ്ഞു, വിജയമംഗലം അത് അവിടെ കിടന്നു. അത് പറ്റില്ല, ഇനി എന്തായാലും സമ്മതിക്കാൻ പറ്റില്ല. ഞാൻ ഈ വയറുവേദന അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലമായി. അങ്ങയെ നേരിട്ട് എൻ്റെ ചക്ഷുസ് കൊണ്ട്, ഇന്ദ്രിയ ഭാവം കൊണ്ട് ഞാൻ കണ്ടു. എനിക്കത് മാറ്റി തന്നേ പറ്റും. അപ്പോഴും ഭഗവാൻ പറഞ്ഞു, വേണ്ട, അത് അവിടെ കണ്ടു. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ആഗ്രഹം ചെയ്യും. അപ്പൊ ഭഗവാനെ നേരിട്ട് കണ്ടിട്ട് ഭഗവാനോട് ഇഷ്ടക്കേടുണ്ടായിട്ട് ഒരു ആഗ്രഹം ചെയ്താൽ ഭഗവാൻ അത് പ്രയാസമാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ശരി, ഈ നിമിഷം തൊട്ട് വിജയമംഗലത്തിന്റെ വയറുവേദന മാറിയിരിക്കുന്നു. അപ്പൊ നോക്കുമ്പോ വിജയമംഗലം തൊട്ട് നോക്കുമ്പോൾ വയറുവേദന ഇല്ല. വിജയമംഗലത്തിന് അധികം സന്തോഷമായി, ഭഗവാന് വിഷമായി. ഭഗവാൻ പറഞ്ഞു, വിജയമംഗലം, ഞാൻ പറഞ്ഞില്ലേ അത് കളയണ്ട. അപ്പൊ ചോദിച്ചു, എന്താണ്? ഇനി വരുന്ന ജന്മത്തിൽ വിജയമംഗലം ഒരു ജന്മം മുഴുവൻ ഈ വയറുവേദന അനുഭവിക്കണം. ഇത് ഇന്നും കൂടി കഴിഞ്ഞ് നാളെയാണ് മാറ്റുന്നതെങ്കിൽ അത് മാറിപ്പോവായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഭഗവാൻ ശരീരരൂപത്തിൽ, ചൈതന്യ രൂപത്തിൽ ശ്രീലകത്തുണ്ടായിരുന്നിടത്തുനിന്ന് മറിയുകയും ചെയ്തു. പിന്നെ വിജയമംഗലത്തെ ദർശനം കൊടുത്തു. അപ്പൊ ഈ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ, നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരീരം വെടിഞ്ഞേ പറ്റൂ. ശരീരം വെടിയുമ്പോൾ പ്രാരബ്ധ കർമ്മങ്ങൾ ബാക്കിയാക്കിയിട്ട് പോവാൻ ഇതിലൊരവസരം ആവരുത്. എനിക്ക് കിട്ടിയ ഈ സൗഭാഗ്യങ്ങളെ, ഈ അവസ്ഥകളെ, ഈ സ്ഥിതി ഞാൻ ആരാകുന്നത് പോലെ ഈശ്വരാർപ്പണമായിട്ടാണ് ഉപയോഗിച്ചത്. ഞാൻ ആ നാമം ജപിച്ചാണ് ജീവിച്ചത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനത്തോടു കൂടി ഈശ്വരപാദത്തിൽ നിങ്ങളുടെ മനസ്സിനെ, ആത്മാവിനെ സമർപ്പിച്ച് പോവാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ സ്വാമിജി പറഞ്ഞ ഈ കാര്യം ഈ നിമിഷം തൊട്ട് അനുഷ്ഠിക്കണം. ആർക്കെങ്കിലും ചത്ത് കെട്ട് പോകണമെന്ന് ചിന്ത ഉണ്ടെങ്കിൽ ഒന്ന് കൈ നോക്കാം. അല്ല, എനിക്ക് ഈശ്വരനിലേക്ക് ചെന്ന് ഈശ്വരപ്രാപ്തി വേണം എന്നാണ് നിങ്ങളുടെ എല്ലാവരുടെയും ചിന്ത എന്നിപ്പോ നിങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ അത് കൂടുതൽ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ, നാമത്തിൽ ഈശ്വര ആരാധന ചെയ്യണം. അതിന് ഒരുപാട് ധന ആവശ്യമില്ല, സമയം ആവശ്യമില്ല, ദ്രവ്യങ്ങൾ ആവശ്യമില്ല. എന്താണ് ഈ ഇരിക്കുന്ന ആരുടെയെങ്കിലും മനസ്സിനകത്ത് വല്ല എലിയോ പൂച്ചയോ പല്ലിയോ പാറ്റയോ കയറിയിരിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് അവിടെ ഭഗവാനെ കയറ്റിയിരിക്കൂടെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭഗവതിയെ കയറ്റിയിരുത്തിക്കൂടെ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അറിവില്ലാത്തതുകൊണ്ടാണ് ഈ നിമിഷം തൊട്ട് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ അറിവിലേക്കാണ് ഇത്രയും നേരം പറഞ്ഞത്. അപ്പൊ അറിവായാലും എന്നാൽ അങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്യും. അപ്പൊ നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും ആദരവും അർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുക. അടുത്തതായിട്ട് വേദസാണ്.
ഋഷിപരമ്പരാം വന്ദേ വേദമാതരം വന്ദേ വേദമാതരം. ആദരണീയ ആചാര്യ ശ്രീ ബ്രഹ്മാനന്ദ സ്വാമികൾ, കൂടെ വന്നിരിക്കുന്ന സഹസന്യാസം, പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, രക്ഷാർത്ഥ, ഈശ്വരീയത എന്നത് വാക്കുകളിലൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈശ്വരനെ പ്രാപിക്കാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അനന്യ ചിന്തയന്തോകുമ ഏതനാപരിഭാസത്തെ തേഷാം നിത്യാഭിയുക്താന യോഗക്ഷേമം വഹാമി. കൃഷ്ണൻ ഇങ്ങോട്ട് പറഞ്ഞ ഇത് വാഗ്ദാനം ചെയ്യുക. നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടത് ഇങ്ങോട്ട് പറഞ്ഞതാണ്, നിങ്ങളുടെ യോഗക്ഷേമങ്ങളെ ഞാൻ വഹിക്കുന്നതായിരിക്കും. എന്ത് ചെയ്താൽ അനന്യ ചിന്തയന്തോമോ ഏതനാപരിഭാസത്തെ, ആരാണോ അന്യചിന്തകളെല്ലാം വിടിച്ച് എന്നെ തന്നെ ഉപാസിക്കുന്നത് അവർക്ക് വേണ്ട യോഗക്ഷേമങ്ങൾ. ക്ഷേമം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, സമ്പത്ത്. യോഗം എന്ന് പറഞ്ഞാൽ അറിവ്, അറിവും സമ്പത്തും. ഇത് രണ്ടുമാണ് മനുഷ്യൻ ആവശ്യം. അപ്പോൾ അറിവും സമ്പത്തും ഞാൻ തരുന്നതാണ്. മറ്റ് ചിന്തകളെല്ലാം വിടുക എന്നെ തന്നെ ശരണം പ്രാപിക്കണം. പക്ഷെ നമ്മൾ അങ്ങനെ ശരണം പ്രാപിക്കാറുണ്ടോ ഭഗവാനെ എന്നതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ചിന്തകൾ ഒരു 100 കൂട്ടം കാര്യം ഉണ്ടാവും. ഇവിടെ സാധിച്ചില്ല, അവിടെ പോകണം, അവിടെ പോയി സാധിച്ചില്ല, വേറെടുത്ത് പോകണം. ഈ ഡോക്ടറെ കണ്ടിയ കാര്യം നടന്നില്ലെങ്കിൽ മറ്റൊരു ഡോക്ടറെ കാണണം, ആ ഡോക്ടറെ കണ്ട് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഒരു ഡോക്ടറെ കാണണം. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അതേപോലെ ഈശ്വരനെ തേടി നമ്മൾ പോകുന്നത് അല്ലേ? ഈ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കസ്തൂരിമാൻ്റെ കഥ പറയും. സ്വന്തം ഉള്ളിൽ കസ്തൂരി ഇരുന്നിട്ട് അതിൻ്റെ മണം വരുമ്പോൾ കസ്തൂരി തേടി നടക്കുകയാണ് മാൻ ചെയ്യുക. അതേപോലെ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ തേടി നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈശ്വരൻ നമുക്ക് നമ്മുടെ ഉള്ളിൽ കാണാൻ കഴിയാതെ വരും. നമ്മുടെ ഉള്ളിൽ കാണാൻ കഴിയാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഗ്രാമത്തിൽ ഒരു ഗ്രാമദേവതയെ എടുക്കുന്നത്. നമ്മുടെ ഉള്ളിൽ കാണാൻ പറ്റാത്തതിന് ആദ്യം നമ്മൾ ഗ്രാമദേവതയെ കാണും. അപ്പോൾ ഗ്രാമദേവതയിലൂടെ നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. അപ്പം നമ്മളെങ്ങനെയാണ് പ്രവേശിക്കുക? ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണ് പോവുക? വഴിയെ പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പോകും, കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ വെച്ചിട്ട് പോവില്ലേ? അതാണോ ക്ഷേത്രത്തിലേക്ക് പോവുക? അല്ല, ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്കാണെന്ന് മനസ്സിൽ സങ്കല്പിച്ച് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടണം. അപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴേ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ക്ഷേത്രത്തിലെ ദേവതയെക്കുറിച്ചുള്ള ജപം ഉണ്ടായിരിക്കണം. അപ്പോൾ ജപം ആരംഭിച്ച് വഴികൾ നമ്മൾ അയൽവക്കത്ത് പലരെയും കാണും, വരുന്ന വഴിയിലും പലരെയും കാണും. അവരോടൊക്കെ സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ പറ്റുമോ? ഇല്ല. അപ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റില്ല, ആരോടും മിണ്ടാൻ പറ്റില്ല. എന്താ കാരണം? നമ്മുടെ ഉള്ളിൽ ഈ ഒരു ജപം മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ സങ്കല്പിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ക്ഷേത്രത്തിൽ എത്തും വരെ വന്ന് പിന്നെയോ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെക്കണം. എത്ര പ്രദക്ഷിണം വെക്കണമെന്ന് ആൾക്കാർക്ക് കണക്കുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒരു പ്രദക്ഷിണം വെച്ചാലും മതി. പക്ഷേ ഒരു പ്രദക്ഷിണം വെച്ച് തിരിച്ചു വരുന്നത് വരെ നമ്മുടെ ഉള്ളിൽ നിന്ന് ജപമോ രൂപമോ നഷ്ടപ്പെടരുത്. നഷ്ടപ്പെട്ടാൽ വീണ്ടും നമ്മൾ നടക്കണം. അപ്പം എപ്പോഴാണോ നമുക്ക് ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കാൻ പറ്റുക? പൂർണ്ണമായി നമ്മുടെ കയ്യിൽ നിന്ന് മനസ്സ് വേറിടാതെ, ചിന്ത വേറെ വരാതെ, ഈശ്വരനിൽ മാത്രം ലയിച്ച് ഒരു പ്രദക്ഷിണം നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ ഒറ്റ പ്രദക്ഷിണം വരും. ഇല്ല നമ്മൾ 10 100 ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പം നമ്മളാണ് പരിശ്രമിക്കേണ്ടത്. നമുക്ക് ഒരെണ്ണം വേണോ, 100 എണ്ണം വേണോ, 1000 എണ്ണം വേണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മതി. ഒരു പ്രാവശ്യം ക്ഷേത്രത്തിൽ പോയാൽ ദർശനം കിട്ടണം വേണ്ടേ? ഞാൻ ആദ്യമായിട്ട് ബ്രഹ്മചാരിയായി സഞ്ചരിക്കുന്ന കാലത്ത് അടുത്തിങ്ങനെ നടന്ന് ഗുരുവായൂർ അമ്പലത്തിൽ, അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലെത്തി. അവിടെ ഇങ്ങനെ അന്ന് ഇന്നത്തെ പോലത്തെ ഗുരുവായൂർ അമ്പലം ഇല്ല. കക്കൂസിൽ പോകാൻ പോലും ഒരു ഇടമില്ല ആ കാലത്ത്. പറമ്പ് വയലിലാണ് നമ്മൾ പോവുക രാത്രി. അപ്പോൾ അവിടെ ഭജനയില്ല. അപ്പോൾ അവിടെ കുളിക്കാൻ, അമ്പലക്കുളത്തിൽ കുളിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്രഹ്മചാരി ആയിരിക്കുന്നത് കൊണ്ട് ഒരു വസ്ത്രം, 2 വസ്ത്രമേ പാടുള്ളൂ, ഉടുക്കുന്നതും തോളിടുന്നതും. വേറെ ഒരു സാധനവും കൈ കരുതാൻ പാടില്ല. ഭക്ഷണാദികൾ തന്നാൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പം അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഭക്ഷണമൊന്നും കഴിച്ചില്ല. അന്ന് ഗുരുവായൂർ ഭക്ഷണം കൊടുക്കുന്നില്ല, അങ്ങനെ കഴിച്ചില്ല. അവിടെ 2ാമത് ദിവസം അവിടെ അകത്തൊരമ്മ ഇങ്ങനെ ഭാഗവതമൊക്കെ വായിച്ചിട്ടുണ്ട്. അവരുടെ അടുക്ക പോയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്പലത്തിലെ ഉത്സവം തുടങ്ങി. ഉത്സവം തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കും.
അപ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞി പോയി കുടിക്കാം. അങ്ങനെ ഞാൻ ഒരു ദിവസം പോയി കഞ്ഞി കുടിച്ചു, രണ്ടാമത്തെ ദിവസം പോയി കഞ്ഞി കുടിച്ചു, മൂന്നാമത്തെ ദിവസം കഞ്ഞി കുടിച്ചു. നാലാമത്തെ ദിവസം കഞ്ഞി കുടിക്കുമ്പോൾ എൻ്റെ അടുക്കലിരുന്ന് കഞ്ഞി കുടിക്കുന്ന ആളിനോട് വിളമ്പി കൊടുക്കുന്നതുകൊണ്ട് ദേഷ്യപ്പെട്ടു. എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഇവിടെ വന്ന് ഇങ്ങനെ കഞ്ഞി കുടിക്കാനിരിക്കുകയാണോ എന്നൊക്കെ എന്നോടൊന്നും പറഞ്ഞില്ല, അടുത്തിരുന്നതിനോട് പറഞ്ഞു. ഞാനത് കേട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് എല്ലാവരും പോയി. അടുത്ത ദിവസം ഞാൻ പോയില്ല. കാരണം ചിലപ്പോൾ എൻ്റേതായിരിക്കും പറയുക എന്നുള്ള ഒരു മാനസിക വിഷമം കൊണ്ടില്ല, അല്ലെങ്കിൽ കഞ്ഞി വേണ്ടാന്ന് വെച്ചേക്കാൻ ഭഗവാൻ എന്ന് വിചാരിച്ച് ഞാൻ ഉച്ചയ്ക്ക് അവിടെ ഇരുന്നു. ഈ അമ്മയുടെ അടുക്കൽ അവിടെ ഇരുന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് ദേവസ്വം മാനേജർ ഒരു റെസിപ്റ്റുമായിട്ട് വരും. എന്നിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഇത് പാൽപ്പായസത്തിൻ്റെ റെസിപ്റ്റാണ്, നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നതാണ് എന്നോട്. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ വഴിപാട് കഴിച്ചിട്ടില്ല, എനിക്ക് പാൽപ്പായസം ഒട്ട് വേണ്ടതാണ്. അപ്പോൾ അവർ പറഞ്ഞു, അതല്ല, ഇപ്പോൾ ഒരാൾ വന്ന് വഴിപാട് കഴിച്ച് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വാങ്ങാൻ എൻ്റെ പാത്രം. അപ്പോൾ ആ അമ്മ പറഞ്ഞു, എൻ്റെ ഒരു വലിയ തൂക്കുപാത്രമുണ്ട്, എടുത്തുകൊണ്ട് പോയി. ഞാൻ പോയി വാങ്ങിയപ്പോൾ നടത്തി എനിക്ക് തന്നു. എനിക്കൊക്കെ വാങ്ങാൻ അമ്മയ്ക്കും കൊടുത്ത് കുറച്ച് കുടിച്ചു. ഞാനന്ന് തീരുമാനിച്ചു, ഞാനിവിടെ വന്ന് ഈ കഞ്ഞി വേണ്ട എന്ന് വെച്ചപ്പോൾ ഭഗവാൻ എന്ത് തോന്നി, പാൽപ്പായസം തന്നെ തോന്നി. അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അന്ന് അവിടെ നിന്ന് ഇറങ്ങിയാണ്. കാരണം എൻ്റെ ആവശ്യം, എൻ്റെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് നടന്ന് ആണ് ഞാൻ കൊണ്ടയൂർ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളുടെ ആശ്രമത്തിൽ കേട്ടിട്ടുണ്ട്, ആ ബ്രഹ്മചാരിയായിട്ടെത്തുന്നത്. അവിടെ താമസിക്കുന്നത്. അവിടെ നിന്നാണ് ഞാൻ വേദാന്തമൊക്കെ പഠിക്കുന്നത്. അപ്പോൾ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളറിയാതെ സാധിച്ചു തരും. നമ്മളുടെ ആവശ്യങ്ങൾ എന്താണോ അത് സാധിച്ചു തരും. അപ്പോൾ അത് സാധിച്ചു തരണം നമ്മളെന്ത് വേണം, നമ്മൾ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം. അതാണ് അനന്യ ചിന്തയെന്തോമ യേജനാപരിവാസതേ തേഷം നിത്യാഭിസ്ഥാനം യോഗക്ഷേമം വഹാമ്യം. അപ്പം എവിടെ നമ്മൾ നമ്മുടെ ഉള്ളിൽ അത് നിറഞ്ഞു നിൽക്കുകയാണോ അത് നമ്മളുടെ അനുഭവമായി മാറും. ഇപ്പം എൻ്റെ അടുക്കൽ ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പലരും പല പ്രശ്നങ്ങളുമുണ്ട്, പല കാര്യങ്ങൾ സാധിക്കാൻ എന്ത് കാരണം ഭൗതികമായ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന ചിലപ്പോൾ വീടുണ്ടാവില്ല, ചിലപ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും, മറ്റു ചിലപ്പോൾ ജോലി കിട്ടാൻ പ്രയാസപ്പെട്ടു, പല ആവശ്യങ്ങളും മനുഷ്യനുണ്ടാവും. ആധ്യാത്മികത മാത്രമല്ല മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, ഭൗതികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയും, എൻ്റെ അനുഭവം വെച്ചാണ് പറയുന്നത്, നിങ്ങൾ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ്, അപ്പോൾ കുളിക്കണമെന്നൊന്നുമില്ല. 3 മണിക്ക് എഴുന്നേറ്റിട്ട് നമ്മളുടെ ആവശ്യം ഭഗവാനോട് കുറച്ചു നേരം പ്രാർത്ഥിക്കുക. ഒറ്റ ആവശ്യമേ പറയും. രോഗം മാറണ്ടെങ്കിൽ രോഗം മാറും, ധനം ഉണ്ടാകാമെങ്കിൽ ധനം ഉണ്ടാവും, അല്ലെങ്കിൽ വീടുണ്ടാകാൻ ഒറ്റ ആവശ്യമേ പറയാവൂ. എല്ലാ ആവശ്യവും കൂടെ പറഞ്ഞാൽ സാധിക്കും, ഒന്നും സാധിക്കില്ല. ഒറ്റ ആവശ്യം നിങ്ങളൊരു മണ്ഡലക്കാരോട് പറഞ്ഞു വയ്ക്കും, ആ ആവശ്യം സാധിക്കപ്പെട്ടു. ഒരൊറ്റ ആവശ്യം. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേണം. എഴുന്നേറ്റിട്ട് നിങ്ങൾ ഇരിക്കുന്നവർ അവിടെ തന്നെ ഇരുന്നാൽ മതി. ആ ശ്രദ്ധയിൽ തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി. ആ മുഹൂർത്തത്തിൽ ഇതൊരു രാവിലെയും പിന്നെ വൈകുന്നേരം സാധാരണ പ്രാർത്ഥിക്കുമ്പോഴും ഇത് മനസ്സിൽ വെക്കുക, മറ്റെല്ലാം വിടുക, സുഖമായിട്ട് സാധിക്കും. ഞാൻ ഒരു ദിവസം ട്രെയിനിൽ ഇങ്ങനെ വരികയാണ്. അപ്പം ഒരു കുട്ടി ഇൻ്റർവ്യൂവിന് പോവുക. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അത് BMS കഴിഞ്ഞ കുട്ടിയായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോവുക. അപ്പം എന്നോട് പറഞ്ഞു, ഇൻ്റർവ്യൂ ആണ്, നാളെ ഇപ്പം തിരുവനന്തപുരത്തേക്ക് പോകാം. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവാണ്, നാളെ അവിടെ ചെയ്തു ഇൻ്റർവ്യൂവിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു, ഞാൻ പറയുന്ന പോലെ ചെയ്തോ, ഇൻ്റർവ്യൂവിൽ ജയിക്കുക. അന്ന് കാണാം, ട്രെയിനിൽ വെച്ച് കാണും. എന്നോട് പറഞ്ഞു, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഇൻ്റർവ്യൂവിന് തൊട്ട് മുമ്പ് ഹാളിലേക്ക് കയറി, അതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം ചെയ്തു, നീ കൃഷ്ണനെ വിചാരിച്ചു. നീ കൃഷ്ണനെ വിചാരിച്ചിട്ട് നിനക്കറിയുന്ന ചോദ്യമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് കൃഷ്ണനോട് പറയാം. നിനക്ക് അറിയുന്ന ചോദ്യമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് കൃഷ്ണനോട് പറയാം എന്ന് പറഞ്ഞിട്ട് കയറിപ്പോടാൻ പറ്റും. അകത്ത് കയറി എനിക്ക് പിറ്റേ ദിവസം ഫോൺ ചെയ്തു, കിട്ടിയെന്ന് പറഞ്ഞു. കാരണം എന്താ, അവൾക്കറിയുന്ന ചോദ്യം മാത്രം ചോദിച്ചു. കാരണം അവളുടെ ആ കൃഷ്ണന്റെ മനസ്സവിടെ പ്രവർത്തിക്കുക. ഒറ്റ പ്രാർത്ഥന നമ്മൾ നിന്നാൽ നമ്മുടെ കാര്യം സാധിക്കും. ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിച്ചപ്പോൾ ഞാൻ ആദ്യമായി ജോലി കയറിയത് തമിഴ്നാട്ടിലെ വിദ്യാ ഹോസ്പിറ്റലിലാണ്. ചെന്നൈയിൽ. അവിടെ ഇങ്ങനെ ട്രെയിനിങ് കയറി എന്ന് വേണമെങ്കിൽ പറയാം. കുറഞ്ഞ ശമ്പളമേ ഉള്ളൂ, താമസ സൗകര്യമൊക്കെ ഉണ്ടാവും. അങ്ങനെ എനിക്ക് എൻ്റെ കൂടെ കയറിയവരെല്ലാം ഈ ഇൻക്രിമെൻറ്റിന് വേണ്ടി കൊടുത്തു. ഞാൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇൻക്രിമെൻറ്റിന് വേണ്ടി കൊടുക്കുന്നില്ല,
ഞാനെന്താ ചെയ്യുന്നത്? കൃഷ്ണനോട് പ്രാർത്ഥിക്കാറുണ്ട്, ഭഗവാനോട് പ്രാർത്ഥിക്കുക. പക്ഷേ ഞങ്ങൾ കയറിയ 16 പേരിൽ 15 പേർക്കും ജോലി കിട്ടിയില്ല, എനിക്ക് മാത്രം പ്രൊമോഷൻ കിട്ടി. രണ്ടാമത് ഞാൻ വിചാരിച്ചു ഇനി ഒന്നും കൂടെ വേണം. അങ്ങനെ ഒരു 3 മാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എനിക്ക് കിട്ടി. ചേട്ടാ എന്നാൽ ഇത് പോരാ, എനിക്ക് ഇത്ര രൂപ കിട്ടണം ശമ്പളം, അത് വെച്ച് പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് ഞാനൊന്ന് ആലോചിച്ചു നോക്കി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ചികിത്സയ്ക്കായിട്ട് ചെറുപ്പക്കാരനായിരിക്കും ശങ്കരമെന്ന് നിങ്ങൾക്കറിയായി, ടാറ്റയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു ടാറ്റ കമ്പനി. അദ്ദേഹം അവിടെ ചികിത്സയ്ക്ക് വന്നു, ഞങ്ങളുമായി പരിചയപ്പെട്ടു, സംസാരിച്ചു. ബന്ധവും എന്നോട് ചോദിച്ചു, നീക്കും ഇവിടെ ജോലി ചെയ്യുന്നേ? താജില് ടാറ്റയുടെ കമ്പനി വന്നു. ഞാൻ പറഞ്ഞു വരാം, എനിക്ക് ഇത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് ചോദിച്ചു. ചോദിച്ചു തരാം, അത് മാത്രമല്ല കാർ ഡ്രോപ്പ് മറ്റേതെല്ലാം കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം. ശരി, ഞാൻ പറഞ്ഞു 1 മാസം സമയം തരണം, കാരണം അവർക്ക് റിസൈൻ ചെയ്യുന്നത് നമ്മൾ സമയം കൊടുക്കണം. 1 മാസത്തെ അവർക്ക് ഞാൻ അവിടെ പോയി ജോലി ചെയ്തു. 3 വർഷം ഞാൻ ആ ടാറ്റ ഗ്രൂപ്പിൽ ജോലി ചെയ്തു, അഡ്മിനിസ്ട്രേഷൻ. പക്ഷേ ഞാനതല്ല ഞാൻ പറഞ്ഞു, എനിക്ക് കൃത്യമായി പ്രാർത്ഥിച്ച ആ ശമ്പളം അത് കൃത്യമായി. ഇത് നമുക്ക് എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? നമ്മൾ ആ ഒരൊറ്റ പ്രാർത്ഥനയിൽ. അപ്പം നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ ഈശ്വരൻ സാധിച്ചു തരും. പക്ഷെ ഞാൻ അന്ന് നിർത്തി ഈ പ്രാർത്ഥന, കാരണം ഇത് ശരിയാകുകയില്ല, ഈ മാർഗം ശരിയാകുകയില്ല. അതിനുശേഷമാണ് ഞാൻ ഋഷിയിൽ പോകുന്നതും സന്യസിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുമൊക്കെ ഈ ജോലി കിട്ടിയിട്ടാണ്. അതിനുശേഷമാണ് ഞാൻ ഗുരുകുലത്തിൽ പോയി ഹരിദ്വാറിൽ 6 വർഷം വേദം പഠിക്കുന്നത്. അപ്പം ശരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ സാധിച്ചു എന്ന് വിചാരിക്കുകയേ വേണ്ട. അതുകൊണ്ട് ശരിക്കും പ്രാർത്ഥിക്കേണ്ടെന്ന് ആര് പറഞ്ഞാലും അങ്ങനെ ശരിയല്ല. ശരിക്കും നമ്മളെന്ത് വേണം? പ്രാർത്ഥിക്കണം, നമ്മുടെ ആവശ്യം പറയണം, അങ്ങനെ പറയണം. ഇപ്പം ഞാൻ ആൾക്കാർ നിങ്ങൾക്കറിയാം ഭാഗ്യസൂക്തം, ഞങ്ങളോട് ഭാഗ്യസൂക്തം ജനിക്കാൻ അർപ്പിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്കൊക്കെ ഭാഗ്യസൂക്തം ജനിക്കാം. ഭാഗ്യസൂക്തം ജനിക്കുന്ന താളം എന്താണെന്നറിയോ? മുറ്റം അടിക്കുന്ന താളം. ഒന്ന് ആലോചിച്ചപ്പോൾ ആർക്ക് വേണ്ടി എഴുതിയതാണ്? മുറ്റം അടിക്കുന്ന താളത്തിലാണ്. മുറ്റം അടിക്കുന്നതിന് താളം ഉണ്ടോയെന്ന് ചോദിക്കും. ഇല്ലേ? മുറ്റം അടിക്കുന്നതിന് താളമില്ലേ? മുറ്റം അടിക്കുന്നതിന് താളമുണ്ട്. ആ താളത്തിലാണ് തിരുവാതിരകളിൽ വരുന്നത്. അല്ലെ, അരമണ്ഡലം താഴുക എന്നൊക്കെ അല്ലേ? ഇപ്പോഴത്തെ തിരുവാതിരകളി അല്ല ഞാൻ പറഞ്ഞത്, പഴയ തിരുവാതിര. അപ്പോൾ മുറ്റം അടിക്കുന്ന താളത്തിലാണ് ഭാഗ്യസൂക്തം എഴുതിയിരിക്കുന്നത് അല്ലേ? ഓം ഇങ്ങനെ എഴുതാം. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചു പോകും. മുറ്റം അടിക്കുന്നതിന് ചില നിയമമുണ്ട് അല്ലേ? കിഴക്കോട്ട് ദർശനമായ വീടാണെങ്കിൽ രാവിലെ തെക്ക് നിന്ന് വടക്കോട്ടും വൈകുന്നേരം വടക്ക് നിന്ന് തെക്കോട്ടും അടിക്കാവുന്ന അങ്ങനെ കുറേ വിധിയുണ്ട് മുറ്റം അടിക്കുന്നത്. മുറ്റം അടിക്കുമ്പോൾ ചൂട് എങ്ങോട്ട് പോകണം, മുഖം എങ്ങോട്ട് ഇരിക്കണം, കാറ്റിന് എങ്ങോട്ടായിരിക്കും എന്നൊക്കെ ഉള്ളതിനൊക്കെ ഒരുപാട് വിധിയുണ്ട്. ചെറിയ വിധിയല്ല. ശരിക്കും ഓരോന്നിലും നമ്മളുടെ ജീവിതത്തിൻ്റെ, നമ്മളുടെ ഹൈന്ദവ ജീവിതത്തിൻ്റെ ഓരോ ഘടകത്തിലും എല്ലാ നിയമങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഈശ്വരാംശമുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ആ ഈശ്വരാംശത്തെ നമുക്ക് അറിഞ്ഞ് അത് ചെയ്താൽ അതിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് വരില്ല? അലർജി വരില്ല. ആ മുറ്റത്തെ പൊടിയടിച്ച് അലർജി നമുക്ക് വരാതിരിക്കാനാണ് ഈ അറേഞ്ച്മെൻറ്റ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഒരു നിയമം നമുക്കുണ്ട്. ആ നിയമം നമ്മൾ അറിയുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. ആ നിയമം നമ്മൾ പഠിക്കുന്നില്ല. എന്തിനാണ് നമ്മൾ തിരുവാതിര കളിക്കുന്നത്? എന്തിനാണ് നമ്മൾ തിരുവാതിരയ്ക്ക് തുടിച്ചു കൊടുക്കുന്നത്? നമുക്കറിയാം. അതാണ് നമ്മളുടെ പ്രശ്നം. പക്ഷെ നമ്മൾ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അത് ചെയ്താൽ ആ കാര്യം സാധിക്കും. അതാണ്. അപ്പോൾ നമുക്ക് ആ കാര്യം സാധിക്കണമെങ്കിൽ നമ്മൾ ആ ഓരോന്നും എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്തു കൂടാ എന്നറിയണം. വേണ്ടേ? ഇപ്പം എൻ്റെ ചേച്ചി ഉണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഈ കല്യാണം കഴിക്കുന്ന കാലത്ത് എൻ്റെ അളിയൻ കള്ളൊന്നും പോയില്ല. പക്ഷെ പിന്നീട് എന്തായിപ്പോയി? കള്ളൂരിനെ. അപ്പോൾ എന്നോട് പറഞ്ഞു ഭയങ്കര പ്രശ്നമാണ്, എന്താ ചെയ്യുക? ആ ചേച്ചി പറഞ്ഞു, നിങ്ങളും ചെയ്യേണ്ടത് ഒറ്റ പ്രാർത്ഥന ചെയ്തുകൊണ്ട് എല്ലാ ഞായറാഴ്ച ദിവസവും എന്ത് ചെയ്യണം? ഒരു ഞായറാഴ്ച വ്രതം അനുഷ്ഠിച്ചോ, ഒറ്റ വർഷം വ്രതം അനുഷ്ഠിച്ചോ, കള്ളൂടി നിന്നോളൂ. 1 വർഷം അനുഷ്ഠിച്ചു കള്ളൂടി നിന്നു, ഒരു പ്രശ്നമില്ല. അല്ലാതെ അവിടെ പോയിട്ട് അളിയനോട് പോയി വഴക്കുണ്ടാക്കണ്ട, പ്രശ്നം ഉണ്ടാകണ്ട, കള്ളുകുടിച്ചല്ലേ വന്നു പറയണ്ട, പൈസയൊക്കെ നശിപ്പിച്ചില്ലേ, വണ്ടിയൊക്കെ കഴിച്ചില്ലേ ഒന്നും ചോദിക്കണ്ട. ഇത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആ വ്രതം അനുഷ്ഠിച്ചു. അപ്പോൾ വ്രതം അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെതായ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ആ അനുസരിച്ച് ആ വ്രതം അനുഷ്ഠിച്ചാൽ ആ കാര്യങ്ങൾ സാധിക്കും. ഇപ്പം പറയാറുണ്ട്, ഈ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്ന നല്ല ഭർത്താക്കന്മാരുണ്ട്.
അല്ലേ? നല്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ധാരാളം സമ്പാദിക്കുന്ന ഭർത്താവെന്നാണോ? അല്ല, ധാരാളം സമ്പത്ത് ഉണ്ടാക്കുന്ന ആളൊന്നും അല്ല. നമ്മുടെ മനസ്സിലാണെങ്കിൽ നമ്മളുടെ അംഗീകരിക്കുന്ന, അതാണ് നമ്മളെ അംഗീകരിക്കുന്ന, അതാണ് നമ്മളെ അംഗീകരിക്കുന്ന, അതാണ് ശരിയായ ഭർത്താവ്. സമ്പാദിക്കുക മാത്രമല്ല, നമ്മളെ അംഗീകരിക്കണം. ഒരാളെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇന്നെന്ത് വിവാഹമോചനം വരുന്നത് അല്ലേ? സ്ത്രീയും പുരുഷനും വിവാഹമോചനം വരുന്നത് കൊണ്ടാണ്. പരസ്പരം അംഗീകരിക്കാത്തതുകൊണ്ടാണ്. പരസ്പരം അംഗീകരിച്ച് പരസ്പരം വിദ്വേഷമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ, പരസ്പരം മറച്ചു വയ്ക്കാൻ ഒന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാകുക. പരസ്പരം മറച്ചു വെക്കാൻ ഉണ്ടാകുമ്പോഴാണ് എന്ത് പറയുക? പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ പരസ്പരം മറച്ചു വെക്കാൻ ഒന്നുമില്ലാതെ ഭാര്യയും ഭർത്താവും ജീവിക്കാൻ ആണ് നേരത്തെ പറഞ്ഞു. പാർവതി പരമേശ്വരവും വാഗർത്ഥ പ്രതികൂലിത, വാക്കും അർത്ഥവും ഒന്നിച്ചിരിക്കുന്നത് പോലെ പാർവതി പരമേശ്വരന്മാർ ഒന്നിച്ചിരിക്കുന്നതാണ്. ഒരു വാക്കിനകത്ത് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇരിക്കുന്നത്, അർത്ഥത്തിൽ തന്നെയാണ് വാക്കും ഇരിക്കുന്നത് അല്ലേ? വാക്കും അർത്ഥവും ഒന്നിച്ചായിരിക്കുക. അപ്പോൾ അതിൽ തന്നെ അത് ഇരിക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ ആയിരിക്കണം ഭാര്യ ഭർത്താക്കന്മാർ. രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സായിരിക്കാൻ കഴിഞ്ഞാൽ, അതുകൊണ്ട് ഒറ്റയ്ക്കായിരിക്കരുത് വീട്ടിലെ കാര്യങ്ങളും ചെയ്യേണ്ടേ, ഒന്നിച്ച് ചെയ്യണം. ഞാൻ പറയുന്നത് വെറും പ്രാർത്ഥന മാത്രം പോരാ, നിങ്ങൾ വീട്ടിൽ രാവിലെ അഗ്നിഹോത്രവും ചെയ്യണം. അഗ്നിഹോത്രം ചെയ്യാൻ നിങ്ങൾ ആദ്യം ഈ ചടങ്ങൊന്നും ആലോചിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഗായത്രിയൊക്കെ അറിയുന്നവരായിരിക്കും മിക്കവാറും. ഗായത്രിയെങ്കിലും ജപിച്ചിട്ട് വീട്ടിലൊരു തേങ്ങാ കഷ്ണം വെച്ചിട്ട് അതിലൊരു വിളക്ക് ഇത് നെയ്തി വെച്ച് കത്തിച്ചാൽ അതെന്തായി? അഗ്നിഹോത്രമാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പഠിക്കണം. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഒരു തേങ്ങാക്കൊത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പപ്ര കഷ്ണം വെച്ചിട്ട് ഒരു നെയ്തിരി വെച്ച് കത്തിച്ച് ഓം ധീമഹി ദീവോന്ന പ്രചോദയ, ഇത്രയും പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഭുവസ്വഹാന്നെങ്കിലും പറഞ്ഞ് നമുക്ക് കത്തിക്കാൻ കഴിഞ്ഞാൽ ദിവസവും നമ്മളത് ചെയ്യുമ്പോൾ എന്താവും? അടുക്കള, ഈ വീടിൻ്റെ ശ്രീകോവിൽ ഏതാ? പൂജാമുറിയല്ല, അടുക്കളയാണ്. അടുക്കളയെ നമ്മൾ ശ്രീകോവിലാക്കി മാറ്റണം. അപ്പം അടുക്കളയിൽ ഇത് എല്ലാ ദിവസവും ചെയ്താൽ അടുക്കളയിൽ നിന്ന് ആ വീട് മുഴുവൻ എന്താവും? ഐശ്വര്യമാവും. അടുക്കളയിൽ നിന്ന് ജ്യേഷ്ഠ അല്ലെങ്കിൽ ഈ കെട്ടതെല്ലാം പോകും. അപ്പം ശരിയായത് വരും. അപ്പം ശരിയായത് വരണമെങ്കിൽ നമ്മൾ അടുക്കളയിൽ നിന്ന് ആരംഭിക്കണം. അടുക്കള ശുദ്ധമായ വീട് മുഴുവൻ ശുദ്ധമാവും. അടുക്കള മോശമായ വീട് മോശം. അടുക്കളയാണ് ശുദ്ധമാക്കേണ്ടത്. അടുക്കള ശുദ്ധമാക്കാനായി അമ്മമാരും സഹോദരിമാരും ആദ്യം പരിശ്രമിക്കേണ്ടത്. നമ്മളുടെ അടുക്കള ശുദ്ധമായാൽ നമ്മുടെ വീട് ശുദ്ധമായി, നമ്മുടെ വീട് ശുദ്ധമായാൽ നമുക്കെല്ലാ ഐശ്വര്യവും അവിടേക്ക് കടന്നു വരും. അങ്ങനെ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നല്ല നാളുകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരൻ്റെ മുന്നിൽ എന്നെ ഇത്രയും നേരം ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസിദ്ധപ്പെടുത്തുന്നു. ഓം